നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 8ാമത്തെ ക്ലാസ് ആണ് കേട്ടോ, ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കുറെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ ആ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്നും പറയാറുള്ള പോലെ ആ ക്ലാസ്സുകളുടെ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ കൂട്ടുകാർ എത്രയും പെട്ടെന്ന് ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിരിക്കാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 103ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടീച്ചേഴ്സ് ഇന്റൻഷനലി ക്രിയേറ്റ് എ ലേണിംഗ് സിറ്റുവേഷൻ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലാസ് റൂം. ഓപ്ഷൻസ് എ ടു എനേബിൾ ദ ലേണേഴ്സ് തിങ്ക് ക്രിയേറ്റിവിറ്റി, ബി ടു ഹെൽപ്പ് ദം യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്, സി ടു ഹെൽപ്പ് ദം ഷെയർ വ്യൂസ് ഇൻ പ്ലാനിംഗ് ആക്ടിവിറ്റീസ്, ഡി ടു എനേബിൾ ദം യൂസ് ദ ലാംഗ്വേജ്. ആൻസർ D. To enable them use the language. 104ാമത്തെ ക്വസ്റ്റ്യൻ. How will a teacher differentiate a conversation constructed by a learner at a lower primary level from that constructed at primary level? Options A. By assessing the grade award, B. By identifying the number of mistakes committed, C. By identifying various linguistic levels of the discourse, D. Consulting with the previous class teacher. Answer C. By identifying various linguistic level of the discourse. 105ാമത്തെ ക്വസ്റ്റ്യൻ. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ അക്കംപ്ലിഷ്ഡ് ത്രൂ ഡാഷ്. ഓപ്ഷൻസ് എ ഇനഫ് വൊക്കാബുലറി, ബി അക്വയറിംഗ് സ്ട്രക്ചർ കോൺഷ്യസ്നസ്, സി ദ യൂസ് ഓഫ് ഐസൊലേറ്റഡ് സെന്റൻസസ്, ഡി ദ സ്റ്റഡി ഓഫ് ഫോണോളജി. ആൻസർ ബി അക്വയറിംഗ് സ്ട്രക്ചർ കോൺഷ്യസ്നസ്. 106ാമത്തെ ചോദ്യം. ക്രിട്ടിക്കൽ പെഡഗോജി enables the learner to take personality of one's own learning, second improve problem solving ability, third one acquire self learning skill, fourth one deepen the subject knowledge. അതിന്റെ ഓപ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 2, 3 and 4 are correct, ബി only 1 and 3 are correct, C. Only 2 and 4 are correct, D. Only 2 is correct. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. 1, 2, 3 and 4 are correct. That means എല്ലാം കറക്റ്റ് ആണെന്ന്. ഓക്കെ. 107ാമത്തെ ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ വേസ് ഓഫ് പ്രൊമോട്ടിംഗ് ലേണർ ഓട്ടോണോമി ഈസ് ത്രൂ ഡാഷ്. ഓപ്ഷൻസ് എ സെൽഫ് അസസ്മെന്റ്, ബി പിയർ അസസ്മെന്റ്, സി ടീച്ചർ അസസ്മെന്റ്, ഡി പാരന്റ് അസസ്മെന്റ്. ആൻസർ ഡി പാരന്റ് അസസ്മെന്റ്. 108ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ഓപ്ഷൻസ് എ ലാംഗ്വേജ് ലേണിംഗ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ത്രൂ ഇമിറ്റേഷൻ, ബി ലാംഗ്വേജ് ലേണിംഗ് ഈസ് നോട്ട് എ ലീനിയർ ഡെവലപ്മെന്റ്, സി ലാംഗ്വേജ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് മീനിങ്ഫുൾ ഡിസ്കോഴ്സസ്, ഡി ലാംഗ്വേജ് ലേണിംഗ് ഈസ് എ നോൺ കോൺഷ്യസ് പ്രോസസ്. ആൻസർ സി ലാംഗ്വേജ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് മീനിങ്ഫുൾ ഡിസ്കോഴ്സസ്. 109ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡോണ്ട് വി ഹൗ അബൌട്ട് ലെറ്റ്സ് ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഐഡിയ ടു ദ ലാംഗ്വേജ് ഫംഗ്ഷൻ കോമൺ ഫോർ ദ എബവ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് എ ഡയറക്റ്റിംഗ്, ബി റിക്വസ്റ്റിംഗ്, സി നരേറ്റിംഗ്, ഡി സജസ്റ്റിംഗ്. ആൻസർ ഡി സജസ്റ്റിംഗ്. 110ാമത്തെ ക്വസ്റ്റ്യൻ. A good teacher of English is one who dash. Options A. Forces her or his learners not to use mother tongue in the class, B. Uses mother tongue only if necessary, C. Tries to teach through mother tongue, D. Never uses mother tongue in the English class. Answer B. Uses mother tongue only if necessary. 111ാമത്തെ ക്വസ്റ്റ്യൻ. പിങ്കി ഓൾവേസ് റൈറ്റ് ഡാഡ് ഇൻസ്റ്റെഡ് ഓഫ് ബാഡ്. ദ ടീച്ചർ ഐഡന്റിഫൈ ദിസ് പ്രോബ്ലം ആസ് ഡാഷ്. ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഇതേപോലത്തെ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓപ്ഷൻസ് എ ഡിസ്ലെക്സിയ, ബി ഡിസ്ഗ്രാഫിയ, സി ഡിസ്കാൽക്കുലിയ, ഡി അനോമിയ. ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണ് ഡിസ്ഗ്രാഫിയ.
112ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് തിയറി ഓഫ് ലേണിംഗ്. ഓപ്ഷൻസ് എ, റെമഡിയൽ ടീച്ചിങ് ഇൻക്രീസസ് ദ സ്ലോ ലേണേഴ്സ്. ബി, ഓവർ ക്രൗഡഡ് ക്ലാസ് റൂം ക്രിയേറ്റ് സ്ലോ ലേണേഴ്സ്. സി, social and economic backwardness of the parent produce slow learners. D, ill health makes one a slow learner. Answer A, remedial teaching increases the slow learners. 113ാമത്തെ ക്വസ്റ്റ്യൻ. What strategy will you adopt if you want your learners to produce a good notice? Options A, supply a variety of notices in group for analysis. B, dictate them the notice intended to get. C, ask them to copy from the leader. D, ask them to learn by heart the sentences for the notice. Answer A, supply a variety of notices in group for analysis. 117ാമത്തെ ക്വസ്റ്റ്യൻ. The one which is a feature of learning when combined with acquisition. Options A, conscious. B, flexible. C, informal. D, whole learning. Answer A, conscious. 118ാമത്തെ ക്വസ്റ്റ്യൻ. Need based vocabulary development believes in dash. Options A, pre-teaching of vocabulary. B, post-teaching of vocabulary. C, one demand supply of vocabulary. D, no teaching of vocabulary at all. Answer C, one demand supply of vocabulary. 119ാമത്തെ ക്വസ്റ്റ്യൻ. What is expansion of ZPD as started in Vygotsky's theory on construction of knowledge? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും അല്ലേ? ഇതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, സോൺ ഓഫ് പ്രോക്സിമൽ ഡിസൈൻ. ബി, സോൺ ഓഫ് പ്രോക്സിമൽ ഡിപ്പാർട്ട്മെന്റ്. സി, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഡി, സോൺ ഓഫ് പ്രോക്സിമൽ ഡെറിവേറ്റീവ്സ്. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. 120ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചർ വേർഷൻ ഇൻ എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം? ഓപ്ഷൻസ് എ, കമ്പാരിസൺ ഓഫ് ഓൺ അറ്റംപ്റ്റ് വിത്ത് ദാറ്റ് ഓഫ് ടീച്ചേഴ്സ്. ബി, റിഫൈൻമെന്റ് ഓഫ് ഓൺ അറ്റംപ്റ്റ്. C, showing next higher level of performance. D, substitute for learner attempt. Answer D, substitute for learner attempt. 121ാമത്തെ ക്വസ്റ്റ്യൻ. The mental universe of an English speaker may be completely different from that of Chinese speaker because they happen to speak different languages. What hypothesis of language is discussed in this statement? Options A, external stimulus response. B, thought text. C, filling in construction process. D, input output. Answer B, thought text. 123ാമത്തെ ക്വസ്റ്റ്യൻ. The feature that is not related to spontaneous response in face-to-face communication. Options A, prompt response. B, sudden response. C, speedy response. D, structures response. Answer D, structures response. 124ാമത്തെ ക്വസ്റ്റ്യൻ. A better practice the teacher may adopt to teach new words and spelling is dash. Options A, dictation. B, dictionary referencing. C, imposition. D, provide meaningful context with new words. Answer D, provide meaningful context with new words. Last question. 125ാമത്തെ ചോദ്യം. മെന്റൽ അലേർട്ട്നെസ് ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് ക്യാൻ ബി ബൂസ്റ്റഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻസ് എ, പെർസർവർനെസ്. ബി, പെർസിക്യൂഷൻ. സി, പ്രാക്ടീസ്. ഡി, പ്രിഫറൻസ്. ആൻസർ എ, പെർസർവർനെസ്. അപ്പൊ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഇംഗ്ലീഷ് പെഡഗോജി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ തീർന്നു. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്കൊരു പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.